ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ജനനായകൻ്റെ റിലീസ് എന്തുകൊണ്ടാണ് അവർ പോസ്റ്റ്പോൺ ചെയ്തത്, അതായത് എന്ത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് പോസ്റ്റ്പോൺ ചെയ്തത്, അതാണ് ബേസിക്കലി ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ജനനായകൻ്റെ ഫാൻ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ന് ക്യാൻസലേഷൻ്റെ ഫീ നമ്മുടെ ബുക്ക് മൈ ഷോ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളത് വെയിറ്റ് ചെയ്താൽ മതി. നാളെ ഇന്ന് 8-ാം തീയതിയാണ്, നാളെ 9-ാം തീയതി ആകുമ്പോഴത്തേക്കും തിയേറ്ററുകാർ ആ ഷോ ക്യാൻസൽ ചെയ്യും. ആ ഷോ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് തന്നെ വന്നോളും. ആ തിയേറ്ററുകാർ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും തന്നെ വന്നോളും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് തിയേറ്ററിൽ പോയിട്ട് അത് കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കത്തില്ല, നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളൊന്നും ചെയ്യേണ്ട. നാളത്തെ ഷോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് കിട്ടും. കിട്ടാത്തവർക്ക് ജസ്റ്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് അവിടെ നിന്ന് മേടിക്കാം. ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ജനനായകൻ, എന്തുകൊണ്ടാണ് ജനനായകൻ്റെ ഈ മൂവിയുടെ ഇത് പോസ്റ്റ്പോൺ ചെയ്തത്? അതായത് 9th റിലീസ് വെച്ചാൽ എന്തുകൊണ്ടാണ് പോസ്റ്റ്പോൺ ചെയ്തത്? അതായത് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ CBFC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതായത് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് അതായത് ഏത് കാറ്റഗറിയാണ് ഈ മൂവി പെടേണ്ടതെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതായത് U കാറ്റഗറി ആണോ, അത് ഫാമിലി ആയിട്ട് ടൈപ്പ് A കാറ്റഗറി മൂവിയാണോ, അത് വയലൻസ് ടൈപ്പ് മൂവിയാണെങ്കിൽ A കാറ്റഗറി കൊടുക്കും, UA കൊടുക്കും. അങ്ങനത്തെ കാറ്റഗറിയൊക്കെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഈ CBFC എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കമ്മിറ്റി പോലെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനനായകൻ്റെ ടീം ഇത് മെയിൻ റീസൺ നിങ്ങളെല്ലാം ഫുൾ വാച്ച് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് റീസൺ വ്യക്തമായി പറഞ്ഞുതരാം. ഈ ജനനായകൻ്റെ ടീം ഇവരുടെ ഈ ഫിലിം സെൻസർ ചെയ്യാൻ കൊടുത്തത് അതായത് December 18th ഇവർ Jan 9th ഇവർ റിലീസ് നേരത്തെ പ്ലാൻ ചെയ്തത്. December 18th ഇവർ ഇത് സെൻസറിങ്ങിന് കൊടുത്തത്. അപ്പോൾ ഇവർ കൊടുത്ത സമയത്ത് ഇവർ മാക്സിമം സ്പീഡാക്കുന്ന രീതിയിൽ ടാക്കൽ ആ സർവീസ് തന്നെ യൂസ് ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ആക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം ചെയ്തത്. അപ്പോൾ ഈ 18th ഇവർ സബ്മിറ്റ് ചെയ്തു. 22-ാം തീയതി December 22-ാം തീയതി ഇവർ സ്ക്രീനിങ്ങിനായിട്ട് വെച്ചു. 5 പേരെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്മിറ്റിയിൽ CBFCയിൽ ഈ മൂവി കണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ 5 പേരെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 5 പേരും ഈ മൂവി കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇവർക്ക് ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുത്തു, അത് UA സർട്ടിഫിക്കേഷൻ കൊടുത്തു. ഈ സർട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ ഒരാൾക്ക് പരാതി വന്നെന്ന് പറഞ്ഞു. അതായത് മൂവി കാണാത്ത ഒരാൾക്ക് പരാതി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രൊഡ്യൂസർ ചോദിച്ചു, അതെങ്ങനെ ഞാനിത് പ്രൈവറ്റ്, അതായത് ഈ മൂവി വേറെ ആർക്കും കാണാൻ, അതിൻ്റെ പ്രിൻറ്റ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല, ഗവൺമെൻറ്റിന് കൊടുത്ത സാധനം എങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് കാണാൻ പറ്റുന്നത്, അത് 6ാമത് ഒരാൾ കാണാൻ പറ്റുന്നത്? ഈ 5 പേരല്ലാണ്ട് 6ാമത്തെ ഒരാൾ എങ്ങനെ കണ്ടു എന്ന് പ്രൊഡ്യൂസറിൻ്റെ ഇയാൾ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു, അതായത് ഈ 5 കമ്മിറ്റിയിലുള്ള ആളില്ലേ, ഈ 5 കമ്മിറ്റിയിലുള്ള ഒരു ആളിൽ നിന്ന് ഒരാൾക്ക് ഇന്നത്തെ മിസ്ലീഡിങ് ചെയ്യുന്ന പോലെ തോന്നിയെന്ന്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില സീൻസിലൊക്കെ നമ്മുടെ ആർമിയുടെയും നേവിയുടെയും അങ്ങനെ കുറേ ലോഗോസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ആർമിയുടെ ഇത് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒന്നും കൂടെ റീവാച്ച് ചെയ്യണം, സർട്ടിഫിക്കേഷൻ ഒന്നും കൂടെ ഇത് ചെയ്യണം എന്ന രീതിയിലാണ് സംസാരിച്ചത്. അതാണ് ഇത് ഡിലേ ആയിക്കാനുള്ള മെയിൻ ഒന്നാമത്തെ കാര്യം. അത് ഇന്ന് ഈ സെൻസർ 5 പേരിൽ നിന്ന് ഒരാൾ മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബാക്കി 4 പേർക്കും ഒബ്ജക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി നോക്കിയാൽ പോരെ, അതിനെല്ലാം 5 പേരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ 5 പേരല്ലാണ്ട് വേറൊരു 5 പേരെ ക്രിയേറ്റ് ചെയ്യണം. ആ 5 പേരെ ക്രിയേറ്റ് ചെയ്യാൻ CBFCയിൽ വേറെ 5 പേരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് 20 ദിവസം വേണം. അത് ഓൾറെഡി 5 പേര് കണ്ടതാണ്. ഇനിയും വേറെ 5 പേര് വരുമ്പോഴത്തേക്ക് 20 ദിവസത്തേക്ക് നീട്ടിപ്പോയി. അങ്ങനെയാണ് നമുക്കിത് January 8-ാം തീയതിയാണ് ഇത് കിട്ടുമെന്ന് പറഞ്ഞു, സെൻസറിങ്ങിൻ്റെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കൊടുത്തില്ല. 7-ാം തീയതി പറഞ്ഞു സെൻസറിങ് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ കിട്ടിയില്ല. 8-ാം തീയതിയിലോട്ടാക്കി. 8-ാം തീയതിയിലും കിട്ടിയില്ല. അതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ 9-ാം തീയതി രാവിലത്തേക്കാണ്. ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സെൻസർ ചെയ്തിട്ട് ഇതിൻ്റെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചന നാളെ രാവിലെ അറിയത്തുള്ളൂ. ഇതിൻ്റെ വിധി നാളെ രാവിലെ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും മൂവി ഇറങ്ങാൻ പറ്റത്തില്ല. മൂവി എന്തായാലും അവർ ഇത് മാക്സിമം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CBFCയിലുള്ള ഒരാൾക്ക് ഒരു പരാതി വന്നു, ഇതേപോലെ തോന്നി, ഈ മൂവിയിൽ എന്തോ മിസ്ലീഡിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇവർ വേറൊരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രൂപീകരിക്കാനായിട്ട് ഇത് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഗെയിമായിട്ട് തോന്നി. അതായത് ഇത് തലപതി വിജയ് പുള്ളിക്കാരൻ നല്ലൊരു സാധനം ഡിസർവ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് മൂവിയാണ്. പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ പാട്ട് നോക്കിപ്പോയത്. എല്ലാവരും പറയുന്നുണ്ട് ഇത് കേശരിയുടെ റീമേക്കാണ്. ആയിക്കോട്ടെ, അങ്ങനെ ആ മൂവിയുടെ റീമേക്കാണെങ്കിൽ പിന്നെ നിങ്ങളെന്തിന് ഇത്രയും പേടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലായിട്ട് ഇവരെടുത്ത ഒരു സാധനമാണ്. അതായത് 7th January വരെ ഇവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. അതായത് December 18-ാം തീയതി സബ്മിറ്റ് ചെയ്തൊരു
ഡിസംബർ 22 ഇവർക്ക് കിട്ടിയ സാധനം, ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ സാധനം ഇത് അപ്രൂവ് ചെയ്തു. അത് യു/എ അപ്രൂവ് ചെയ്ത് കൊടുത്ത സാധനം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ വേറൊരാൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്ച്വലി ഇത് റിവോക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പ്രൊഡ്യൂസർ കമ്മിറ്റി ചോദിച്ചത് എന്താണ് അങ്ങനെ സംഭവിക്കാൻ വരില്ല. അങ്ങനെയാണ് പിന്നെ മനസ്സിലായത് അത് കമ്മിറ്റിയിലുള്ള ഒരാൾ തന്നെയാണ് ഇത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 പേരെ വെക്കുന്ന എന്തിനാ? 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 5 പേരുടെ ഡിസിഷൻ മെജോറിറ്റി ആയിട്ട് എടുത്താൽ പോരെ. അതായത് ഇത്രയും കോടികൾ മുടക്കിയെടുക്കുന്ന സിനിമ, അത് ബാക്കി 4 പേർക്കും കുഴപ്പമില്ല, ഒരാൾക്ക് മാത്രം പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ കമ്മിറ്റി ഇത്രയും 5 പേരെ വെക്കേണ്ട ആവശ്യമില്ല. ബാക്കി 4 പേർക്കും കുഴപ്പമില്ലെങ്കിൽ ഒരാളുടെ ഇത് വെച്ചുകൊണ്ട് മാത്രം ഇനി വേറെ ഇത് കമ്മിറ്റി ഇനി വീണ്ടും 5 പേരെ ഇനി ഇത് ചെയ്യണം. അപ്പോൾ ഇത് പ്രൊഡ്യൂസർ കമ്മിറ്റി ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഈ 5 പേരെ വെക്കാനായിട്ട് 20 ദിവസം എടുക്കും. അപ്പോൾ അതാണ് ഈ പ്രൊഡ്യൂസർ കമ്മിറ്റി ചോദിച്ചത്. അത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ തന്നതിൻ്റെ പ്രശ്നത്തിൽ ഞങ്ങൾ എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് നമ്മുടെ CBFCയുടെ റൂൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിലേ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് അറിയാലോ, പിന്നെ വിജയുടെ ഒരു പൊളിറ്റിക്കൽ മൂവി ഇറങ്ങുന്ന സമയത്ത്, ഇത് ആദ്യമായിട്ടല്ല, അതായത് മെർസൽ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ ഭയങ്കര പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് മറ്റേ ഹോസ്പിറ്റൽ സീൻസൊക്കെ മറ്റേ മെഡിക്കൽസിൻ്റെ അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യണം, അതൊക്കെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞ മൂവി, ഈ പൊളിറ്റിക്കൽ മൂവി അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അതിന് ഭയങ്കര ഒരു നെഗറ്റീവ് ഇത് വന്നതാണ്. പിന്നെ കത്തി മറ്റേ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. മറ്റേ ഈ പൊളിറ്റിക്കൽ ബേസ് ചെയ്ത് ഭയങ്കര കത്തി, മെർസൽ ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇത് നോർമലി വിജയുടെ ഒരു പൊളിറ്റിക്കൽ മൂവി ഇറങ്ങുന്ന സമയത്ത് എന്താ ഇത്രയും ഇതെന്ന് പറയാം. അത് ആക്ച്വലി ഒരു മൂവിയായിട്ട് കാണാനുള്ള ഇതുപോലും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇത് ഗട്ട്സ് സമ്മതിക്കണം എന്ന് വെച്ചാൽ എത്ര ഇത് വന്നാലും പുള്ളിക്കാരൻ ആ രീതിയിൽ ഇറക്കുന്നത് അത് ആ പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു എമ്പുരാൻ ഇറക്കിയപ്പോൾ തന്നെ അതിൽ കുറച്ച് ഇത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരെല്ലാം സോറി പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ഫുൾ ആ സീൻസ് മൊത്തം കട്ട് ചെയ്തു, ഒഫൻസീവായിട്ട് തോന്നി, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനത്തെ ടീമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവർ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇതേപോലെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇതേപോലെ സ്ട്രോങ് ആയിട്ട് നിന്നു അവരുടെ സിനിമ ഇങ്ങനെ ഇറക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ആക്ച്വലി എന്താ തെറ്റ്? ആക്ച്വലി ആ സിനിമയിൽ എന്താ ആക്ച്വലി നിങ്ങളിപ്പോൾ കേസരിയുടെ റീമേക്ക് തന്നെയാണെന്ന് പറയുന്നു. ആ സിനിമ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായി അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു റീമേക്ക് പോലെയാണ്. പക്ഷേ റീമേക്ക് ആയാലും കുറേ പേര് എനിക്ക് പിന്നെ വിജയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ വിജയുടെ പടത്തിൽ മിക്ക പേരും പറയുന്നുണ്ട് രക്ഷകനായിട്ട് വരുന്നു, രക്ഷകൻ. ഈ രക്ഷകനെ ഞാൻ ചോദിക്കട്ടെ, ഈ വിജയുടെ അല്ല നമ്മളിന്ന് മലയാളം സിനിമ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഹീറോസ് രക്ഷകനല്ലാത്ത ഹീറോസ് എന്ന് പറയുന്നത് രക്ഷകൻ റോൾസ് ചെയ്യാറുള്ളൂ. നമ്മുടെ മലയാളം സിനിമയിൽ ഏതെങ്കിലും മലയാള സിനിമയിൽ നമ്മുടെ ഹീറോസ് രക്ഷകനല്ലാത്ത രീതിയിലുണ്ടോ? നമ്മുടെ എമ്പുരാനിൽ ലാലേട്ടൻ രക്ഷകനായിട്ടല്ലേ നിന്നത്? അത് കളങ്കാവലിൽ നമ്മുടെ വിനായകൻ രക്ഷകൻ്റെ റോളായിട്ടല്ലേ വന്നത്? ഇപ്പോൾ ഏതൊരു പുതിയ പടം എടുത്തോട്ടെ, നായകൻ ഹീറോസിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു രക്ഷകൻ റോൾ എന്ന രീതിയിൽ തന്നെ കാസ്റ്റ് ചെയ്ത് അത് ആക്ച്വലി വിജയുടെ പടം വരുമ്പോൾ മാത്രം എന്താ ഇത്ര ഹേറ്റ് വരുന്നതെന്ന് എനിക്കറിയാൻ പാടും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ പുള്ളിക്കാരൻ്റെ തിയേറ്റേഴ്സ് ഷോ, കേരളത്തിൽ കളിക്കുന്ന ഷോ 6 മണിക്കാണ് കളിക്കുന്നത്. 6 മണി 4 മണി, പണ്ടൊക്കെ 4 മണിക്ക് മെർസലൊക്കെ ഇറങ്ങിയ സമയം 4 മണിക്കാണ് കളിച്ചത്. ആ 4 മണിക്കും ഫുൾ തിയേറ്റർ പാക്ഡാണ്. അങ്ങനെ ഒരു അത്രയും കേരളത്തിൽ, അതൊന്നുമല്ല കേരളം, പാലക്കാട്, അങ്ങനെ കുറേ കേരളത്തിൽ അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ഒരു ആക്ടർ വേറെ ഇല്ല. അത് തമിഴ്നാട്ടിലെ ആക്ടർ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ പടം 4 മണിക്ക് വെച്ചാൽ പോലും, നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ 4 പടം വെച്ചാൽ പോലും ഇത്രയും തള്ളലുണ്ടാവില്ല. അത് അത്രയും ഇൻഫ്ലുവൻസ് ആണ് ഈ വിജയ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ കൊടുക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പടം എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ റീമേക്ക് ആണെങ്കിലും ഇപ്പോൾ കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. അത് പുള്ളിക്കാരൻ്റെ അങ്ങനെയാണ് പടം, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ ഇവരായിരിക്കും ആദ്യം ഫാൻ ഷോ കയറി കാണുന്നത്. ഇവർ എന്നാൽ വിജയുടെ പടം കാണാതിരിക്കുമോ? ഇല്ല, ഇവരായിരിക്കും ഈ ഹേറ്റേഴ്സാണ് ഫസ്റ്റ് പോയി കാണുന്നത്. അതായത് പുള്ളിക്കാരന് ഇഷ്ടമല്ല, പക്ഷേ എന്നാലും ഈ പുള്ളിക്കാരൻ്റെ പടം കാണും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഇഷ്ടമല്ല എന്താ കാണാം, നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല, എന്തായാലും കണ്ടേ പറ്റൂ. അത് ഫസ്റ്റ് ഷോ തന്നെ. അത് 6 മണിക്കത്തെ ഷോ ആണെങ്കിൽ 6 മണിക്ക്, 7 മണിക്കാണ്, 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് വെയിറ്റ് ചെയ്ത് കാണും, ഉറക്കമില്ലാണ്ട് കാണും. അതൊരു പ്രത്യേകതയാണ്. അത് പക്ഷേ ഒരു ക്രേസാണ്. അത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തൊരു പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് മൂവിയാണ്. അപ്പോൾ ലാസ്റ്റ് മൂവിയിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐ തിങ്ക് ഹി ഡിസേർവ് സംതിങ് ബെറ്റർ. അതായത് പുള്ളിക്കാരൻ കുറച്ചും കൂടെ നല്ല ഒരു ഫെയർവെൽ കൊടുക്കാമായിരുന്നു. അത് പുള്ളിക്കാരൻ നിങ്ങൾ വെറുതെ ചൊറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് വ്യക്തമായി മനസ്സിലായി ഇത് എന്താ സംഭവം. എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എൻ്റെ ഒരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇതൊരു മറ്റേ ഈ മൂവി ലീക്കാക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് തോന്നിയത്. അതായത് ഇപ്പോൾ എന്തായാലും വേൾഡ് വൈഡായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഇതിൻ്റെ പ്രിൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി സർട്ടിഫിക്കേഷൻ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത് മൂവി ലീക്കാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ മൂവി അങ്ങനെ ലീക്കാകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. തലേദിവസം വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.